May the Lord's name be glorified. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് നമുക്ക് തുടരാം. Let us continue to think on the same lines we have been thinking on. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മാറണം. അതിന് ദൈവം നമ്മളെ കേൾപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്കതിനോട് പ്രായോഗികമായിട്ടും അതിനോട് അർത്ഥപൂർണമായിട്ടും അതിനോട് പ്രതികരിക്കണം. The Lord wants us to respond in a practical way on the lines that we have been hearing. ചൈനയിലുള്ള ഒരു പ്രത്യേകതരം ഒരു ഉറവയെക്കുറിച്ച് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥയാണോ യഥാർത്ഥ സംഭവമാണോ എനിക്കറിഞ്ഞൂടാ. I have heard of a source in China, but I don't know whether it is true or not. ഉറവയെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് വെള്ളത്തിൻ്റെ ഒരു ജലാശയം പോലെ ഒരു സ്ഥലമാണ്. ഭൂമിയുടെ അടിയിൽ നിന്ന് ഉറവ വെള്ളം ഇങ്ങനെ വരും. ചിലർ അവിടെ പോയിട്ട് സ്നാനം നടത്തും. By source, what I mean is a place from where water will come from the under the ground and people will go over there to wash themselves. അവിടെ ആ വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ടെന്നാണ് അവരുടെ വിശ്വാസം. They believe that this water has a peculiarity. ആ വെള്ളത്തിൽ ചെന്ന് മുങ്ങുമ്പോൾ അവിടെ ആളുകൾക്ക് ഏത് അസുഖമാണുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഒരു നേരിയ തരിപ്പോ വേദനയോ അനുഭവപ്പെടും. The belief is that when a person will go and take bath in that water, which part of the body there is an ailment, that part will have a sense of numbness. ഒരു വയറ്റിൽ ഒരു പ്രയാസമുള്ള ഒരാളാണ് അവിടെ മുങ്ങുന്നതെങ്കിൽ അദ്ദേഹത്തിന് അടിവയറിൻ്റെ ഭാഗത്ത് ഒരു തരിപ്പും ഒരു വേദനയും അനുഭവപ്പെടും. If a person who's having a stomach pain will go and take a dip in that water, his stomach will have a disturbance. നെഞ്ചിന് ഒരു പ്രയാസമുള്ള ഒരാളാണെങ്കിൽ മുങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടും. If a person is having a chest pain, he will have a disturbance in the chest. ഒരു സ്കിൻ പ്രോബ്ലം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുങ്ങിപ്പൊങ്ങുമ്പോൾ അയാളുടെ തൊലിയിലെല്ലാം മൊത്തത്തിൽ ഒരു തരിപ്പും ഒരു ചൂടും അനുഭവപ്പെടും. If a person is having a skin disease, when he comes out of the water, his whole body will have that a feeling of a numbness. ഒരു അസുഖം അത് ഡയഗ്നൈസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമുക്കറിയാമല്ലോ. We know that it is very important to diagnose a disease in the body. ഏത് ഭാഗത്താണ് പ്രശ്നമുള്ളത് എന്നുള്ളത് ഡയഗ്നൈസ് ചെയ്യുന്നിടത്താണ് ഒരു ചികിത്സയുടെ ഒരു പ്രധാന അംശവും സിംഹഭാഗവും അവിടെയാണ് കിടക്കുന്നത്. It is only if you diagnose which part of your body has a problem can all the medicines and treatment be directed to that place. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് ഈ ചൈനയിലെ ഈ ഉറവ ആളുകൾക്ക് വലിയ താല്പര്യമുള്ളതായി തീർന്നത് എന്നാണ് കേട്ടിട്ടുള്ളത്. That is why I have heard that to diagnose where the problem of your body is, this source of water became famous. എന്ന് പറഞ്ഞതുപോലെ ഇതൊരു കഥയാവാം. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവവചനത്തിൽ മുങ്ങുമ്പോൾ നമ്മുടെ ഏത് ഭാഗത്താ ചൂട് അനുഭവപ്പെടുന്നതെന്ന് വെച്ചാൽ അവിടെയാണ് നമുക്ക് പ്രശ്നമുള്ളത്. Just like that, when we take a dip in the word of God, where the problem is, over there you will feel the heat of God. നമുക്ക് ഇന്ന് പല കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ സാധാരണ നമ്മൾ സംസാരിക്കാത്ത പല കാര്യങ്ങൾ നമ്മൾ മുടിനാരിഴ കീറി പരിശോധിക്കുക എന്ന് പറയുന്നത് പോലെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഏത് ഭാഗത്താണ് നമ്മളെ പ്രകോപിപ്പിക്കുന്നത്, നമുക്കൊരു വേദന അനുഭവപ്പെടുന്നത്, എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു അതിനെക്കുറിച്ചൊരു നമുക്കൊരു പ്രകോപനം അനുഭവപ്പെടുന്നതെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത് എന്ന് തിരിച്ചറിയണം. Today, as you hear the word of God, you have to realize the fact that where you are getting disturbed, where you are being provoked, over there the problem of your life lies. 1 കൊരിന്ത്യർ 7:23 നമ്മൾ മടങ്ങി വരുമ്പോൾ when we come to 1 Corinthians 7:23, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. You have been bought for a price and we should not be slaves. മനുഷ്യർക്ക് ദാസന്മാരാകരുത് എന്ന ഭാഗമാണല്ലോ നമ്മൾ ചിന്തിച്ചു വന്നത്. We have been thinking on the lines of not being a slave to men. മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മളും മനുഷ്യരാണ്, നമുക്ക് ദാസന്മാരാകരുത്.
when we tell about men, we personally are human beings, so we should not be slaves to ourselves. നമുക്ക് ദാസന്മാരാകരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് വരികയാണ്. And on these lines itself, we have been thinking on many different sides of our life. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, നമ്മുടെ കയ്യിലുള്ള ചില വസ്തുക്കൾ അതിൻ്റെ ദാസന്മാരായി നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. Now let us think on the aspect of some things that are there in our hands to which we can be slaves to. നമുക്കുള്ളതെല്ലാം നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണോ? Whatever we are possessing in our life, did we bring that along with us when we came to the world? നമ്മൾ പറയാറുള്ളത് പോലെ നമ്മൾ നഗ്നനായി വന്നു, യോബ് പറയുന്ന പോലെ നഗ്നനായി വന്നു, നഗ്നനായി കടന്നു പോകും. Just like Job tells, we came into the world naked and we will go back out of the world naked. നമ്മൾ ഒന്നും കയ്യിലില്ലാതെ മുഷ്ടികളെ വിടർത്തി നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു, ഒന്നും കയ്യിലില്ലാതെ കടന്നു പോകും. We came with open wide hands and we will go like that itself from this world without carrying anything. ഈ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ. King Alexander was a man who captured a lot of kingdoms of this world. ഒടുവിൽ 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് കഥ, നിങ്ങൾ ശവപ്പെട്ടിയിലൂടെ എൻ്റെ 2 കൈകൾ പുറത്തേക്ക് ഇടണം, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് ആളുകൾ കാണട്ടെ എന്ന് പറഞ്ഞു. Told about him that at the age of 33, when he was dying, he told to keep his hands outside the coffin so that people will realize that I have not brought anything to this world and I am not taking anything from this world. ഒരു കോൺട്രാസ്റ്റ് പോലെ 33-ാം വയസ്സിൽ മരിച്ച മറ്റൊരു ചെറുപ്പക്കാരനുണ്ട്, നസ്രയത്തിലെ യേശു. As a contrast to this king is Jesus, who died at the same age of 33. 33-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ ഒരു തച്ചനായി ജീവിച്ചിരുന്ന യേശു മരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഞാനത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാണ് യേശു കടന്നു പോകുന്നത്. When Jesus, who was a carpenter in this world, died, he told it has been finished. കണ്ടോ, ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഒരു ചക്രവർത്തി 33-ാമത്തെ വയസ്സിൽ മരിക്കുമ്പം ഞാൻ ഒന്നും നേടിയില്ലേ എന്ന് പറഞ്ഞു പോകുന്നു. 33 വയസ്സിൽ ഈ ഭൂമിയിൽ ഒന്നും നേടാതെ, ഒരു അങ്കുലം മണ്ണ് പോലും ഈ ഭൂമിയിലില്ലാതെ, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണില്ല എന്ന് പറഞ്ഞ് കടന്നു വന്ന ഒരുവൻ, അവൻ കടന്നു പോകുമ്പോൾ 33-ാം വയസ്സിൽ പറയുന്നു ഞാൻ നേടി എന്ന് പറഞ്ഞു പോകുന്നു. See the contrast between these two people. King who ruled and conquered the whole world is telling, I have gained nothing. But Jesus, who did not even own any sand to his own name, he's telling, I have finished and he's going. ഞാനിത് പറഞ്ഞു വന്നപ്പോഴങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ വന്നപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നില്ല, ഭൂമി വിട്ടു പോകുമ്പോഴും നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോവുകയില്ല. Dear ones, I would like to tell that when we came into this world, we brought nothing with us, and when we go also, we will not take anything along with us. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ലഭിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്. And there are many things that our hands have received after coming into this world. നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് വീടുണ്ടായത്, നമുക്ക് പണമുണ്ടായത്, നമുക്ക് കാറുണ്ടായത്, നമുക്ക് ബൈക്ക് ഉണ്ടായത്, നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടായത്, എല്ലാം ഇവിടെ വന്നതിന് ശേഷമല്ലേ? It is after coming to this world only you had a house, a mobile phone, a car, a bike and many other things. ഇന്ന് ചില കുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മൾ വിചാരിക്കും അവർ ജനിച്ചു വീണപ്പോഴേ കയ്യിലൊരു മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന അവരുടെ ഭാവം. When you see some children, you get this attitude from them that when they came into this world itself, they came with a mobile phone. പക്ഷേ കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാം വെറും കൈയായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. But children, let me remind you, you came with an empty hand when you came into this world. പ്രായമുള്ളവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വെറും കൈയായിട്ടാണ് ഈ ഭൂമി വിട്ട് പോകാൻ പോകുന്നത്. To the elderly ones, let me remind you that you will be going back from this world with an empty hand. ഇതിനിടയിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. And in between these 2 points of time, you got all these things in your hand. നമുക്ക് വീട് നല്ലതാണ്, പണം നല്ലതാണ്, നമ്മുടെ കാറും വാഹനങ്ങളും നല്ലതാണ്, എല്ലാം നല്ലതാണ്. The house, the money, the car, everything that you have, they are all good in itself. പക്ഷേ നാം അതിൻ്റെ അടിമയാകരുത്, അവയുടെ യജമാനനാകണം. We should not be a slaves to these things. Instead, we should be master over them. ഒരു വീട് നമ്മൾ വയ്ക്കുന്നു,
നമ്മളുടെ ആ വീട് നമുക്കൊരു വിഗ്രഹമായി തീരാം എന്നുള്ളൊരു സാധ്യത നമ്മൾ കണ്ടിട്ടുണ്ടോ? Have you seen the possibility that the house that you are building can be an image to you? പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ എൻ്റെ മനസ്സിൽ ഒത്തിരി ഓർമ്മകൾ നമ്മുടെ സഹോദരന്മാരുമായിട്ട് ബന്ധപ്പെട്ടും വീടുകളായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ കടന്നു വരുന്നുണ്ട്. Many memories I have with the brothers are coming to my mind right now. നാം ഉണ്ടാക്കുന്ന ഈ വീടിനൊരു അർത്ഥം കിട്ടുന്നത് എപ്പോഴാണ്? ആളുകൾ വരികയും അവിടെ ചവിട്ടുകയും അവിടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനൊരു അർത്ഥമുള്ളത്. The house that we build gets a meaning only when people will step inside it and when they use that house. അതിനു പകരം നീ തൂത്തു തുടച്ചിട്ട തറയിൽ സഭയിലെ 3 കുഞ്ഞുങ്ങൾ വന്ന് ഓടിക്കളിക്കുമ്പോൾ സഹോദരി നിൻ്റെ മുഖം വാടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വീട് നിനക്കൊരു വിഗ്രഹമാണ് എന്ന കാര്യം തിരിച്ചറിയുക. When 2-3 children from the church are coming to your house and spoiling the floor that you have kept very sparkle and clean, you sisters, if your heart is being disturbed, then remember that house is an idol to you. നിങ്ങൾ ഭംഗിയായി വിരിച്ചിട്ടിരിക്കുന്ന നിങ്ങളുടെ ബെഡ്റൂം, അത് കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അർത്ഥം ഉണ്ടാകുക. The bed sheet that you have spread very neatly on your bed, only when the children run over it will it have a meaning. ഞാനൊരു അമ്മയെക്കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അവൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു. I heard about a mother like this. After work she came back. അവൾ വന്നപ്പോൾ മൂത്ത മോള് വന്നിട്ട് പറഞ്ഞു അമ്മയുടെ അടുത്ത്, മൂത്ത മക്കൾ എപ്പോഴും ഇളയ പിള്ളേരെക്കുറിച്ചൊരു പരാതിയാണല്ലോ അമ്മയോട് പറയുക. മൂത്ത മോള് വന്നിട്ട് അമ്മയോട് വാതുക്കെ വന്നപ്പോൾ ഒരു പരാതി പറഞ്ഞു. The elder daughter came and told a complaint about the younger child when the mother came back from work. അവരുടെ പിതാവ് മരിച്ചുപോയി. ആ അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട് പുലർത്തുകയാണ്. ആ അമ്മ പടിവാതുക്കെ വന്നപ്പോൾ തന്നെ മൂത്ത മോള് ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇളയ കുട്ടി ഒരു അബദ്ധം കാണിച്ചു. The father of that house had passed away and the mother is working very hard to take care of the family, and the elder daughter is coming at the footstep of the house and telling the mother something the younger one had done a mistake. അമ്മ വളരെ കഷ്ടപ്പെട്ട് ഈയിടെ വീട്ടിൽ വാൾപേപ്പറൊക്കെ വാങ്ങിച്ച് അത് ഭിത്തിയിലെല്ലാം ഒട്ടിച്ച് വളരെ ഭംഗിയാക്കിയിരുന്നു. The mother had struggled and bought some wallpaper and made the walls of the house very clean. ഈ അമ്മ ഇല്ലാഞ്ഞപ്പോൾ ഇളയ കുട്ടി ബോൾ പെന്നും മറ്റേ മാർക്കർ പേനായും ഒക്കെ വെച്ച് അത് മുഴുവൻ വരച്ച് വൃത്തികേടാക്കി എന്നാണ് മൂത്ത കുട്ടി ചെന്ന് അമ്മയോട് പരാതി പറഞ്ഞത്. The elder daughter went to the mother and told that when the mother was not there in the house, the younger one used pens and ball pens and scribbled all over the wall. അമ്മ ചെറുപ്പക്കാരിയായ അമ്മ വളരെ വിഷമിച്ചാണ് വീട്ടിലേക്ക് കയറി വന്നത്. The mother who was young came into the house with a very heavy heart. വന്ന് നോക്കിയപ്പോൾ മൂത്ത മോള് പറഞ്ഞത് ശരിയാണ്. ഈ വാൾപേപ്പറിലെല്ലാം അവൾ തലങ്ങും വിലങ്ങും എല്ലാം ഏതാണ്ടെല്ലാമോ വരച്ചും എഴുതിയും വെച്ചിരിക്കുന്നു. What the elder daughter told about the younger one was very true. All the walls were scribbled with pens and pencils. അമ്മ അടുത്ത് വന്ന് അവൾ എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. When the mother came near the wall and read what the younger daughter had written, she got the real meaning to it. അവൾ ആ മാർക്കർ പേന കൊണ്ട് തലങ്ങും വിലങ്ങും എല്ലാം എഴുതി വെച്ചേക്കുന്ന ഒരൊറ്റ വാചകമാണ്. All over the place which she has scribbled, it was one thing that was written. I love you mom എന്നാണ് എഴുതി വെച്ചത്. I love you mother. അമ്മേ എനിക്കിഷ്ടമാണ് എന്നാണ് എഴുതി വെച്ചത്. It was written all over the walls, I love you mommy. കണ്ടോ കാര്യങ്ങൾ എത്ര വ്യത്യാസമായി പോയി. How different the situations changed. ഇപ്പോൾ കുത്തി വരച്ച ഒരു ഭിത്തിയല്ല ആ അമ്മ കാണുന്നത്. Right now the mother is not seeing a scribbled wall in front of her. മറിച്ച് ആ കുഞ്ഞിൻ്റെ സ്നേഹമാണ് അവൾ കാണുന്നത്. But instead she was seeing the love of the young one in her. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം ഇത്രയുമാണ്. ആളുകൾ അത് ഉപയോഗിക്കുകയും കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിനൊരു വിലയുണ്ടാകുന്നത്. Even in our life also it is like that. It is only when people use the things of our life will it have a meaning. നമ്മൾ ചില ആളുകൾ വീടുകളൊക്കെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന കാണുമ്പോൾ നമ്മൾ പലപ്പോൾ വിചാരിക്കും ഇവരെന്തോ ഒരു വീടുകളുടെ ഒരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള അതിൻ്റെ അകത്ത് അപേക്ഷ അയച്ചിട്ടിരിക്കുകയാണ് എന്ന് തോന്നും. When we see the people keeping their home very neat and clean, we will get an impression that they have registered their name for a race for beautifying the houses. പ്രിയപ്പെട്ടവരെ, പണം, കാറ്, വീട്, ബൈക്ക്, മൊബൈല് എന്ന് വേണ്ട, നമ്മുടെ പൊസഷൻസ്, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ
അതൊക്കെയും അത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതിൻ്റെ അടിമയായി നമ്മൾ പോകരുത്. The car, the money, the bike, the mobile, and all the possessions that we have are things that are to be used, and we should not be slaves to it. നമ്മൾ ഇതിനൊരു ഉദാഹരണം പഴയ നിയമത്തിൽ ഒരു പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. Let us see one example from one of the Old Testament prophets. യോനായുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം കാണുന്നു. In the book of Jonah we see this. അവിടെ യോനായുടെ പുസ്തകം അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, chapter 4, നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോ? ഒരു കൊച്ചു സംഭവമാണത്. verse 7 onwards, if we will look, we can understand. അവിടെ 6 മുതലുള്ള വാക്യങ്ങൾ, verse 6 onwards. യോനെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി, അതും അവന് മീതെ വളർന്നു പൊങ്ങി. The Lord had arranged for a vine to grow up quickly and spread its broad leaves over Jonah to shade him from the heat. നിനവേ പട്ടണത്തിനുണ്ടാകുന്ന ആപത്ത് നേരി കാണാൻ വേണ്ടി നിനവയ്ക്കെതിരെ ഒരു മലഞ്ചെരുവിൽ യോന, ആ പ്രവാചകൻ, അന്ത്യം ഈ നിനവയുടെ അന്ത്യം പ്രവചിച്ച പ്രവാചകൻ യോന ഇങ്ങനെ കാത്തിരിക്കുക. Jonah right now is sitting on the hillside waiting for God to destroy Nineveh, over whom he had proclaimed a punishment. അങ്ങനെ വന്നപ്പോൾ ഇതാ ഈ ദൈവത്തിന് ഈ യോനയോടൊരു കൃപ തോന്നി. ദൈവം എന്ത് ചെയ്തു? അവന് ഇരിക്കുന്നതിന് പുറകിൽ ഒരു ആവണക്ക് വളർന്നു പൊങ്ങാൻ ഇടയാക്കി. God showed mercy towards Jonah and allowed a plant to grow over his head. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പലയിടത്തും ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ചില ആവണക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ചെടിയാണ്. അത് വളർന്ന് നിൽക്കാനും അതിൻ്റെ തണലിൽ നമുക്കിരിക്കാനും ദൈവമാണ് ഇടയാക്കുന്നത്. Dear brothers, like this, it is God's mercy that in our lives also many plants which give us shade grow up, permitted by God. എന്നാൽ ദൈവം അങ്ങനെയും ചെയ്യും ഇങ്ങനെയും ചെയ്യും. പിറ്റേന്നാൾ പുലർന്നപ്പോൾ 7-ാമത്തെ വാക്യം, ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. പുഴു എന്ത് ചെയ്തു? അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. God will work in both directions. In verse 7 we read, God also prepared a worm the next morning, and the worm ate through the stem of the plant, and the plant withered and died. വെയില് യോനയുടെ തലയിൽ അടിച്ചപ്പോൾ യോന മരിക്കാനായിട്ട് ചിന്തിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. It is written that when the sunlight hit Jonah, he told he was ready to die. യോനയും എന്നെപ്പോലെ തലയിൽ മുടിയില്ലാത്ത ഒരു മനുഷ്യനാണെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്ന ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. തലയിൽ വെയിലടിച്ചപ്പോൾ ചാകാൻ തീരുമാനിച്ചു. Sometimes I am thinking Jonah also would be a bald man like me, because he told he wanted to die when the sunrise hit his head. അതിൻ്റെ 9-ാമത്തെ വാക്യം നോക്കുക. ദൈവം യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ? Verse 9, God said to Jonah, is it right for you to be angry because the plant died? അത് ആ ചോദ്യം ശ്രദ്ധിച്ചോ? പ്രിയപ്പെട്ടവരെ, നമ്മളോട് ദൈവം ചോദിക്കുകയാണ്, ഈ ആവണക്ക് നീയാണോ അതിനെ വളർത്തുമാറാക്കിയത്? God is asking that question to us also. Did you make that plant to grow over your head? അല്ല, അത് ദൈവമാണ് അത് വളരുമാറാക്കിയത്. It is God who made that plant to grow over your head. അത് വാടാനിടയാക്കിയതും ദൈവം കൽപ്പിച്ചിട്ട് ഒരു പുഴു വന്നിട്ട് അത് കുത്തിക്കളഞ്ഞു. And it is God who commanded a worm to come and destroy that plant. ഇത് കണ്ടാൽ യോനയ്ക്ക് ഇത്രയേറെ ധാർമ്മിക രോഷമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. And seeing what God had done in his life, Jonah need not be provoked very much. അപ്പോൾ അതിന് യോനയോട് ചോദിക്കുന്നു, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്ന വിഹിതമോ എന്ന് ചോദിക്കുമ്പോൾ യോനയുടെ മറുപടി കണ്ടോ, ഞാൻ മരണപര്യന്തം കോപിക്കുന്ന വിഹിതം തന്നെ എന്നാണ് ദൈവത്തോട് പറയുന്നത്. And Jonah is telling to God, it is right that I get angry. സഹോദരി, നിനക്ക് ദൈവം തന്ന ചില പൊസഷൻസ് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ നീ കോപിക്കുമ്പോൾ ഈ കാര്യം യോനായോട് ദൈവം ചോദിച്ചതും ഈ മറുപടിയും നീ ശ്രദ്ധിക്കണം. When God is taking back or destroying something that he has given to you, you should see the response of Jonah as written in this verse. പ്രിയപ്പെട്ടവരെ,
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെ ഒരു അടിമയായി നമ്മൾ പോകരുത്. Dear brothers, we should not be slaves to the things that we have in our hand. അങ്ങനെ വന്നാൽ ഈ സാധനങ്ങൾ നമ്മുടെ യജമാനന്മാരാകി നമ്മൾ അതിൻ്റെ ദാസന്മാരായി പോവുകയുമാണ് ചെയ്യുന്നത്. If it is so, what will happen is the things that you possess will be your master and you will be a slave to those things that you possess. സഭാപ്രസംഗിയിൽ ഒരു രസകരമായ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. In Ecclesiastes, we read something interesting. സഭാപ്രസംഗി 10-ാം അധ്യായം. Ecclesiastes chapter 10. അവിടെ സഭാപ്രസംഗി കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്ന ആളായിരുന്നു, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്ന ആളായിരുന്നു. He was a man who used to observe all things and learn lessons from them. അതിൻ്റെ 10:7 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. സഭാപ്രസംഗി നോക്കിയപ്പം വളരെ വ്യത്യസ്തമായ ഒരു കാര്യം കണ്ടു. അതെന്താണ്? Chapter 10 verse 7 onwards. അവിടെ സഭാപ്രസംഗി നോക്കിയപ്പോൾ ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. I have seen servants riding while the princes walk like servants. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണോ വേണ്ടത്? പ്രഭുക്കന്മാർ കുതിരപ്പുറത്തിരിക്കുകയും ദാസന്മാർ നടക്കുകയും അല്ലേ വേണ്ടത്? Should it not be the prince to ride and the servants to walk? എന്നാൽ ഇവിടെ നേരെ തിരിച്ച കാര്യം. ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നു, പ്രഭുക്കന്മാർ നടക്കുന്നു. But here we see it different. The servants are riding and the princes are walking. നിന്റെ കയ്യിലുള്ള വസ്തുക്കൾ നിന്റെ സത്യത്തിൽ നിന്റെ ദാസന്മാരാണ്. The things that you have in your hand are really your servants. പണത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, പണമെന്ന് പറയുന്നത് ഒരു നല്ല ദാസനാണ്, ഒരു ചീത്ത യജമാനനാണ് എന്ന് പറയും. About money we tell like this, it is a good servant but a very bad master. പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ പണം ഉപയോഗിച്ച് ആളുകളെ സഹായിക്കാം, അതിനെ കൊണ്ട് ഒരു ദാസനെ പോലെ നമുക്ക് ഉപയോഗിക്കാം. If we have money in our hand, we can help other people, and like the servants, we can use it. അതുകൊണ്ട് ഉപയോഗമുണ്ട്. There is many uses to the money. എന്നാൽ ആ പണത്തെ നമ്മൾ നമ്മുടെ യജമാനനാക്കിയാലോ? But if you will allow that money to be your master, ആ പണം, ആ യജമാനൻ ഒരു ചീത്ത യജമാനനായിരിക്കും, നമ്മളെ പീഡിപ്പിക്കുന്ന ഒരു യജമാനനായിരിക്കും. that master will be a bad master who will torture you. ആ യജമാനൻ പിന്നെ ഈ ദാസനായ നമ്മളെ പീഡിപ്പിക്കും. കൂടുതൽ പണം കൊണ്ടുപോവാ, കഷ്ടപ്പെട്, 2 നൈറ്റ് ഡ്യൂട്ടി കൂടെ എടുക്കുക എന്ന് വേണ്ട, നീ കുഞ്ഞുങ്ങളെയും കളഞ്ഞിട്ട് കൂടുതൽ പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് നമ്മളെ പിന്നെയും പീഡിപ്പിക്കും. That master will start torturing you. Leave your children, go and do a second night duty and earn more money is what that master is going to tempt you to do. പ്രിയപ്പെട്ടവരെ, പണം നമ്മുടെ ദാസനായിട്ടേ ഇരിക്കാവൂ. നമ്മൾ വേണം കുതിരപ്പുറത്ത് നടക്കാൻ, ദാസൻ വഴിയിലൂടെ നടക്കണം. അങ്ങനെയാണ് വേണ്ടത്. Dear brothers, it should be like this, that the master should sit on the should be riding and the servant should be walking. അതിനു പകരം നമ്മൾ പണത്തെ യജമാനനാക്കിയാൽ അത് കുതിരപ്പുറത്ത് നടക്കി നമ്മൾ ദാസനെ പോലെ ഉഴന്നു നടക്കാൻ ഇടയാവുകയും ചെയ്യും. But if you will allow the money to be your master, you will see money is riding and you are walking like a servant. വണ്ടിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇങ്ങനെ പറയാനിടയായി. The other day I heard a brother tell me like this about vehicles. അദ്ദേഹം പറഞ്ഞു, അത് ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല. If it will go and bang once, it will be a big problem. ഒന്ന് ഇടിക്കുന്നത് വരെ ഇതെന്താ, നമ്മൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഇങ്ങനെ തൂത്ത് തുടച്ചു കൊണ്ട് നടക്കും. Till the point it does not bang anywhere, you will make it very clean and maintain it properly. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കാർ വാങ്ങിച്ച രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. പുതിയ കാർ. I remember the instance where I bought a very new car. ഞാൻ ഒരിക്കലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അന്ന് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിട്ടപ്പോൾ പറഞ്ഞു, തനിക്ക് ജീവിതകാലം മുഴുവൻ ആരെങ്കിലും ഒരു കാറിൽ തന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും, തനിക്കൊരിക്കലും നടന്ന് പോകാനായിട്ടൊക്കുകയില്ല എന്ന് പറഞ്ഞു. I had met with an accident and the doctor told, all throughout your life somebody will have to take you. You will not be able to drive a car home on your own. തന്നെ ബസ്സിൽ യാത്ര ചെയ്യാനോ ഒന്നും ഒക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവം കഴിഞ്ഞ ദിവസവും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു, ഞാനാണ് ഈ സ്റ്റെപ്പെല്ലാം കയറി നടക്കുന്നതെല്ലാം. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല.
God can do anything. He's a God of impossibilities. He told me I will not be able to travel in the bus. That me is going through the stairs and moving around. I thought like this. I reminded myself of these things the other day. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ ഡോക്ടറെ വിശ്വസിച്ച് ഇതെല്ലാം ശരിയാണല്ലോ എന്ന് വിചാരിച്ച് ഉള്ള പണമെല്ലാം കൊടുത്തൊരു കാർ വാങ്ങിയ ഒരു രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. I remember how what the doctor had I believed the doctor had I believed what the doctor had told me, കാർ വാങ്ങിയ രംഗം ഞാൻ ഓർക്കുന്നു. and even then I bought the car. I remember that instance. അന്ന് അതെല്ലാം കഴിഞ്ഞ് വണ്ടി കൊണ്ടുവന്ന് ഓഫീസിൽ ഇട്ടിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് ജനലിൽ കൂടി ഇങ്ങനെ നോക്കും. I bought the car, I took it to my office, and when I'm sitting on my desk, once in a while I will get up and peep and look at my car. വണ്ടി തണലത്ത് തന്നെയാണോ കിടക്കുന്നത്, അതോ ഇനി is the car still lying in a very shady place? അപ്പോൾ എനിക്കറിയാം, ഞാൻ സഭയിലേക്ക് വന്നതിന് ശേഷമാണ് ഈ സംഭവം. എനിക്കറിയാം ഇതല്ല ഇതിൻ്റെ വഴിയെന്ന് എനിക്കറിയാം. I knew that this was not the right reaction to be coming in my life because those were the days I was coming to the church. പക്ഷേ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ ഒക്കുന്നില്ല. കാരണം ഞാൻ എൻ്റെ എല്ലാ പണവും സ്വരൂപിച്ച് വാങ്ങിയ ഒരു വലിയ വാങ്ങിയ ഏറ്റവും വലിയ ഒരു സാധനമായിട്ട് എൻ്റെ മനസ്സിൽ അതൊരു വിഗ്രഹമായി നിൽക്കുകയാണ്. I'm not able to control myself because I have put together all my money and I have bought this big thing in my life. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭവനത്തിൽ ഒരാൾ വന്നു. When it was like an image to me, like an idol to me in my life, a man came into my house. അദ്ദേഹം വന്ന് പോയതിന് ശേഷം ഞാൻ ചെന്ന് എൻ്റെ വണ്ടി നോക്കിയപ്പോൾ അതിൻ്റെ ഒരു വശം ഇടിച്ചുള്ളിലേക്ക് ചളുക്കിയിരിക്കുന്നു. When I came out and I saw my car has been smashed and it had a bad dent in the car. അത് വന്ന അതിഥിയുടെ കാറ് തന്നെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ദൈവം കരുണ ചെയ്ത് അത് ആരാ ഇടിച്ചതെന്ന് എന്നെ കാണിച്ചില്ല. I don't know who came and made the dent in my car and God did not reveal to me who that person was. ഞാൻ ഉടനെ തന്നെ അത് കൊണ്ടുപോയി എല്ലാം നന്നാക്കി ഭംഗിയാക്കി വീണ്ടും പെയിന്റ് എല്ലാം ചെയ്ത് കൊണ്ടുവന്നു. I took my car to the garage. I repaired it and I brought it back home. രണ്ടാമതും അപ്പോഴെനിക്കറിയാം ദൈവം എനിക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്, നീ ഇത് ഒരു വിഗ്രഹമാകരുത്. God was giving me a warning. I could understand that it should not be an idol in my life. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ രണ്ടാമതും ഇതേ കാര്യം തന്നെ നടന്ന് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ ഞാനൊരു മാർക്കറ്റിൽ എൻ്റെ അവിടെ വണ്ടി ഇട്ടിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ശബരിമലയ്ക്ക് പോയ ഒരു വാഹനം വന്ന് ഇടിച്ച് അത് വീണ്ടും അവിടെ ഒരു ചളുക്കം ഉണ്ടായിരിക്കുന്നു. After some time again a same incident happened when I went to the market. Some traveler who was going to a particular place had banged my car and left my car over there with a dent. അപ്പോഴും ആളിനെ എന്നെ കാണിച്ചില്ല. At that instance also God did not show me who made that dent in my car. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, മൂന്നാമതൊരു കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ആളിനെ എന്നെ ഒന്ന് കാണിക്കണം. കാരണം എനിക്ക് അവനോട് നീ ആഗ്രഹിക്കുന്ന നിലയിൽ പെരുമാറാൻ കഴിയുമോ എന്ന് കാണണമല്ലോ. I told in my heart, Lord, if it is happening one more time, please show me who that person is, because I want to see in my heart whether I can respond to him in a way that you want me to respond. മൂന്നാമത് ദൈവം വളരെ വേഗത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ആളാണ്. God is a God who will answer very quickly. മൂന്നാമത് ഒരു സന്ദർഭത്തിൽ ഞാൻ വണ്ടി ഓടിച്ചു പോരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവന് ബൈക്ക് ഓടിച്ച് വരുന്നു. അവന് റോങ് ഡയറക്ഷനിൽ വരുന്നു, എനിക്ക് കാണാം. അവൻ വരുമെന്നും മുട്ടുമെന്നും എനിക്കറിയാം. ഞാൻ വണ്ടി ഒരിടത്ത് നിർത്തി. In the third instance, I could see a boy was coming with a motorbike in front of me. I knew he will hit me, so I stopped my car and waited there. അവൻ വന്ന് കൃത്യമായിട്ട് അതിൻ്റെ നടുക്കിടിച്ച് അവൻ വീണു. Exactly as I estimated, he came in front of me and he fell down. ഞാൻ ഉടനെ തന്നെ വാതിൽ തുറന്ന് ചാടി എണ്ണീറ്റ് അവനെ പൊക്കിയെടുത്തു. അവന് കാര്യമൊന്നും പറ്റിയില്ല. എൻ്റെ മകൻ്റെ പ്രായമില്ല. ഞാൻ പറഞ്ഞു, മോനെ എന്തുവാ നിൻ്റെ പേര്, വിവരങ്ങളൊക്കെ ചോദിച്ചു. I came out immediately. I took him up and he did not have any injury, and I asked him, what is your name, son? He was somebody of my son's age. അവനവിടെ ഒരു പോളിടെക്നിക്കിൽ പഠിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ പിതാവുമായിട്ട് കലമ്പിയായി വരുന്നത്.
He was a child who was studying for a polytechnic course, and he had a bitter argument with his father, and he is coming out like that. ഞാൻ അവനോട് കുറച്ച് നേരം സംസാരിച്ചു, നീ ഒന്ന് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ വണ്ടി കൊണ്ടുവന്ന് നന്നാക്കി. I told the boy, don't worry about this. I calmed him down and I repaired my car. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. Dear beloved ones, once your car hits, then it is not a problem. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? നിങ്ങൾ എന്താ നിങ്ങളുടെ മനസ്സിലൊരു വിഗ്രഹമായി നിൽക്കുന്നത്? Do you understand what I am trying to tell? What is it that is like an idol in your life? കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായിരുന്ന ഒരു ഹസ്ബൻഡും വൈഫും, അവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. The other day, both husband and wife who are doctors in Kottayam, അവർക്കൊരു വളരെ ആറ്റുനോറ്റൊരു കുഞ്ഞുണ്ടായി. After a lot of time, with great expectation, they had a child. ഞാൻ കഴിഞ്ഞ ദിവസം ആ ബ്രദറിനെ കണ്ടു. ബ്രദറിനെ കണ്ടപ്പോൾ പറഞ്ഞു, കുഞ്ഞ് വീണ് നെറ്റിയിൽ 6 സ്റ്റിച്ചോറ്റ കിട്ടുന്നു. When I met that brother, he told me the child had fallen down and 6 stitches had to be put on that boy. ഞാൻ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്നെ തന്നെ ശോധന ചെയ്തു, ഞാൻ ഒത്തിരി ക്രൂരനായിട്ടാണോ പറഞ്ഞു പോയതെന്ന്. After telling praise the Lord, I judged myself and I asked myself, have I been too cruel? അവരെ രണ്ടുപേരെയും എനിക്കറിയാം. അവർക്കതൊരു വിഗ്രഹമായിരുന്നു, ആ കുഞ്ഞൊരു വിഗ്രഹമായിരുന്നു. ഓരോ മീറ്റിങ്ങുകൾക്ക് വരാനൊക്കാതെ കുഞ്ഞിൻ്റെ പേരിൽ അങ്ങനെ നടന്നു. ഇപ്പോൾ ആ കുഞ്ഞിന് കഴിഞ്ഞ ദിവസം ആ ഡോക്ടർ പറഞ്ഞത്, അവൻ വളർന്നു വരും തോറും ആ മുറിവ്, വടു കൂടുതൽ വ്യക്തമായി വരും എന്നാണ് പറഞ്ഞത്. I know both the husband and the wife, that child was an idol to them. And the doctor was telling me, as the child will grow, that scar on the boy will become more and more evident. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചില കാര്യങ്ങൾ അനുവദിക്കുന്നു. Dear ones, God in His love will permit some things in our life. 1 തിമോഥെയോസ് 6-ാം അധ്യായം 1 Timothy chapter 6. നമുക്ക് അതിൻ്റെ 7-ാമത്തെ വാക്യം നോക്കാം. Verse 7. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കും. After all, we did not bring any money with us when we came into the world, and we can't carry a single penny when we die. So, we should be well satisfied without money if we have enough food and clothing. വളരെ മനോഹരമായ ഒരു കൊച്ചു വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. നിങ്ങൾ അതിൻ്റെ അടിയിൽ ഒരു വരയിടുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, ബൈബിളിനെ ഒരു വിഗ്രഹമായിട്ട് സൂക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. I would like to show you one more verse which is very good, and those of you who does not consider the Bible as an idol can put an underline to that verse. 1 കൊരിന്ത്യർ 4:7 അവിടെ പറയുന്നു, 1 Corinthians chapter 4 verse 7. ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? What are you so puffed up about? What you have that God has not given you? വളരെ കൊച്ചൊരു പ്രയോഗമാണ്, ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? All that you have is from God. It's a very short phrase that is used. പ്രിയപ്പെട്ടവരെ, കർത്താവ് ശിഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗം അറിയാമല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിലാണ് നമ്മൾ ആ ഭാഗം കാണുന്നത്. Luke 14, Jesus is telling about discipleship to us. 14:33 14:33. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. So no one of you can become my disciple unless he will renounce everything for me. ഈ വിട്ടുപിരിയൽ ഹൃദയത്തിലാണ് നടക്കുന്നത്. This renouncing has to take place in your heart. ഒരുവൻ ഏതിനോട് തോൽക്കുന്നോ അതിൻ്റെ അടിമയാണ്. A man who is falling and failing in front of something, to that he is that is his idol in his life. യൂദായ്ക്ക് പണമായിരുന്നു പ്രശ്നം, അവന് അതിൻ്റെ മുമ്പാകെ തോറ്റു, അതിൽ തന്നെ അവൻ വീണു. To Judas, money was the thing that made him fall. It was his weakness, and to that itself he fell as a prey. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ, അത് പണമാകട്ടെ, വീടാകട്ടെ, വസ്തുവകകളാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, നമ്മുടെ മൊബൈൽ ഫോണാകട്ടെ, ഇതെല്ലാം ലഭിച്ചതല്ലാതെ നമുക്ക് എന്തുള്ളൂ? അതിനെ മനസ്സിൽ നിന്നൊരു വിട്ടുപിരിയൽ നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടിമകളായി പോകും. ഫലത്തിൽ നമുക്ക് തന്നെ ദാസന്മാരായിത്തീരും.
Dear ones, we have to renounce in our heart the money, the house, our children. Otherwise, it will be something that will be a master to us and we will be a slave to them. നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ച് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മാറാം. I would like to think one more thing on these lines and then move to another direction. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അടിമകളായി തീരുന്ന ഈ സാധനങ്ങളെ നമുക്ക് പിന്നെയും കാണാനൊക്കും. നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പലതും നമുക്ക് ദൃശ്യമാണ്. The things that we were speaking right now are things that we can see with the naked eyes. എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്ത ചില മനോഭാവങ്ങളുടെ അടിമകളായി നമ്മൾ മാറാനുള്ള ഒരു സാധ്യത അതുകൂടെ നമുക്ക് ചിന്തിക്കാം. Let us also think of those things that emotions to which we can be a slave to, which we can't see with our eyes. നമ്മുടെ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാമല്ലോ. നമ്മളുടെ ആളുകളെ പലരെയും നടത്തുന്നത് അവരുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ഒരു മതിപ്പാണ്. ആ മതിപ്പിൻ്റെ അടിമകളായി നമ്മൾ മാറിയാൽ ഫലത്തിൽ നാം നമ്മുടെ അടിമകളായി മാറുകയും. In our own life, we can see that many a times people are led by the complex, the attitude that we have about ourselves. Those attitudes can be our masters and we can be a slave to that attitude of our own selves. നമുക്ക് അറിയാം, ആളുകൾ ചിലർ വളർന്നു വരുന്ന സാഹചര്യത്തിനും ചുറ്റുപാടിനും അനുസരിച്ച് അവരിൽ ചിലരിൽ ചെറുപ്പകാലങ്ങളിൽ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സോ അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. Depending on the surroundings and the situations in which the child is growing up, that child can have a superior feeling or an inferior feeling to himself. അതൊരു തരം കോംപ്ലക്സുകളാണ്. ആ കോംപ്ലക്സുകളുടെ അടിമകളായി നമ്മൾ മാറാൻ പാടില്ല. അതിനെ ഏറ്റവും കുറഞ്ഞ് നമ്മൾ തിരിച്ചറിയണം. Those things should not be our masters and we be its slave. We must be able to recognize these things in our life. ദൈവം മാത്രമായിരിക്കണം നമ്മുടെ രാജാവായിരിക്കേണ്ടത്, നമ്മുടെ മേളിലുണ്ടായിരിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ കോംപ്ലക്സുകളല്ല. Only God should be as king in your life and not your complexes. 39-ാമത്തെ സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം കണ്ടോ? ഏതു മനുഷ്യനും ഒരു ശ്വാസം മാത്രമാകുന്നു. Psalms 39, the last portion is telling that every man 11-ാം വാക്യം verse 11, every man is but a breath. ഒരു ശ്വാസമാണ്, ഏത് മനുഷ്യനും ഒരു ശ്വാസമാണ്. ദൈവം മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പരമാധികാരി ആയിരിക്കേണ്ടത്. Every man is only a breath and God should be the supreme owner in our life. അതിന് പകരം നമ്മുടെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് നമ്മളെ ഭരിക്കാൻ നമ്മൾ അനുവദിക്കരുത്. So we should not allow our superiority complex to rule us in our life. 1 രാജാക്കന്മാരിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു രാജാവിൻ്റെ അനുഭവം നമ്മൾ കാണുന്നുണ്ട്. We can see an experience like this of a king in 1 Kings. അത് ഒരു തരത്തിലൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. This is a danger that can happen to people who carry along with them the superiority complex. 1 രാജാക്കന്മാർ 21-ാമത്തെ അധ്യായം 1 Kings chapter 21. അവിടെ ആഹാബിനെ കുറിച്ച്, അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ ആഹാബിനെ കുറിച്ച് കാണുന്നു. We can see a description about King Ahab. അവിടെ അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് ആ ഭാഗം അറിയാം. ആഹാബിന് തൻ്റെ അരമനയ്ക്കടുത്ത് സമീപത്ത് അതിൻ്റെ 1-ാമത്തെ വാക്യം, ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ അരമനയുടെ സമീപം നാബോത്തിന് എന്തുണ്ടായിരുന്നു? ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്, നിൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരണം എന്നാവശ്യപ്പെട്ടു. Verse 3 and 4 we see that Naboth had a farmland and King Ahab wanted that beautiful land for doing his gardening. ആഹാബ് ആ രാജ്യത്തെ രാജാവാണ്. Ahab was a king in that land. തൻ്റെ കണ്ണിന് ഇഷ്ടമായതൊന്നും താൻ ഒരു രാജാവും നിഷേധിക്കുകയില്ല. And whatever the king sets his eye upon cannot be denied to him. ആ ആഹാബ് നോക്കിയപ്പോൾ ഇതാ തൻ്റെ അടുത്ത് നാബോത്തെന്ന് പറയുന്ന ഒരാൾക്ക് ഒരു തോട്ടമുണ്ട്. ആ മുന്തിരിത്തോട്ടം എനിക്ക് എൻ്റേതായിട്ട് തരണം, ചീരത്തോട്ടമാക്കാനായിട്ട് തരണം
എന്ന് രാജാവ് ആവശ്യപ്പെട്ടു. When the king saw this Naboth, who is a subject in his kingdom, has a vineyard and the king want it for having his plantation. എന്നാൽ നാബോത്ത് ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. നാബോത്തിനറിയാം തൻ്റെ പിതൃസ്വത്ത് ഒരു ഇസ്രായേലിയൻ നഷ്ടപ്പെടുത്തരുത്. But Naboth was a person who was fearing God and living and according to their customs. An Israeli should not let go his family property. അതുകൊണ്ട് നാബോത്ത് ആഹാബിനോട് രാജാവിനോട് പറഞ്ഞു, ഞാൻ നിനക്കത് തരികയില്ല എന്ന് പറഞ്ഞു. On that ground, Naboth told the king, I will not give this vineyard to you. കണ്ടോ, ആഹാബിൻ്റെ ആ രാജാവിൻ്റെ ഒരു ഉന്നത ചിന്തയ്ക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു തിരിച്ചടിയാണിത്. This was the first instance a setback is happening to that superior feeling of King Ahab. ഉടനെ എന്ത് സംഭവിച്ചു? അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ആഹാബിനുണ്ടായ അനുഭവം നമുക്ക് കാണാൻ കഴിയും. 4-5 വാക്യങ്ങളിൽ ആഹാബ് ആ വാക്ക് നിമിത്തം വ്യസനവും നീരസവും പൂണ്ടു. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അവൻ്റെ ഭാര്യ ഈസബേൽ ചോദിക്കുന്നു, നീ എന്താ ഇങ്ങനെ വ്യസനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. We see the reaction on King Ahab's life. He became very angry and he became very sullen, and his wife is asking, why are you so upset and angry? പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമുക്കൊരു വ്യസനവും ഒരു നിരാശയും ഉണ്ടാകുന്നത് നമ്മുടെ സുപ്പീരിയറിറ്റി കോംപ്ലക്സിന്, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള മതിപ്പിന് എതിരെ ഒരു പെരുമാറ്റം ഉണ്ടാകുമ്പോഴാകാം. Dear ones, it might be possible that we become upset and angry when an opposite reaction is coming to the superior feeling that you have about yourself. നാം ഒരു ഉന്നത ചിന്ത കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് എന്താ? ഇതെല്ലാം മെച്ചമായതെല്ലാം കിട്ടാൻ ഞാൻ യോഗ്യനാണ് എന്നാണ് ആ ഉന്നത ചിന്ത നമ്മളോട് പറയുന്നത്. That superior feeling within you is telling to yourself that I am capable of getting all these good things. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് അത് പറ്റുകയില്ല, നോ എന്നൊരിടത്തുനിന്ന് ഒരു മറുപടി കിട്ടുമ്പോൾ ഒന്നുകിൽ നമ്മൾ വ്യസനപ്പെട്ടു പോകാം, നിരാശപ്പെട്ടു പോകാം, അല്ലെങ്കിൽ പകയുള്ളവനായി തീരാം. ആഹാബ് എന്ത് ചെയ്തു? നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു രംഗത്തേക്ക് വരുന്നു. നമുക്ക് ആ അധ്യായത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അറിയാമല്ലോ. And when you get a no to that superior feeling in your life, you can either be angry or you can be upset, or you can even go to the extent of taking revenge like what King Ahab had done to Naboth, whereby he threw stones and killed him. ഉന്നത ചിന്തയുള്ള ഒരാൾക്കുണ്ടാകാവുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അതിനെതിരെ ഒരു കാര്യം വരുമ്പോൾ അയാൾ തന്നെ ന്യായീകരിക്കും. Another thing that you can see of having a superior feeling is when something comes against that feeling, you will try to justify your stand. ആഹാബിൻ്റെ കാര്യം നമ്മൾ കണ്ടു. എന്നാൽ ദൈവഭക്തനായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഇയ്യോബിൻ്റെ അനുഭവം നോക്കുക. But let us see of another example of a man of God like Job. ഇയ്യോബ് ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. പക്ഷേ അവൻ്റെ പ്രശ്നം, അവൻ്റെ ഭക്തിയെക്കുറിച്ച് അവനൊരു നിഗളം, ഒരു ഉന്നത ചിന്തയുണ്ടായിരുന്നു. Job was a man of God, but the problem that he had was he had a high feeling about his fear of God. ആ ഉന്നത ചിന്ത ആത്മീയ കാര്യങ്ങളിൽ ഉള്ളതിനെയാണ് ആത്മീയ നിഗളം എന്ന് പറയുന്നത്. Having a high thought about your spiritual life is called spiritual pride. അപ്പോൾ അവന് താൻ ഒരു ആത്മീയനായതുകൊണ്ട് ദൈവം തൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യണം എന്നൊരു അബോധപൂർവമായ ഒരു ഡിമാൻഡ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ അവന് നിരാശയായി. In his subconscious mind, he had this demand in his heart that because I'm a spiritual man, God should take care of all my things. And when things turned around, he had a sadness in his heart. അവന് ഒരു രംഗത്ത് തന്നെ ന്യായീകരിക്കുന്ന ഒരു ഭാഗങ്ങൾ നമ്മൾ കാണുന്നല്ലോ. We can also see in one place where Job is justifying himself. ഞാൻ എപ്പോഴാണ് ഒരു വിശന്നവനെ കണ്ടാൽ അവൻ അപ്പം കൊടുക്കാതിരുന്നിട്ടുള്ളത്? When have I not given food when I saw somebody in need? ഒരു അനാഥനെ കണ്ടാൽ അവനെ ഞാൻ തുണയ്ക്കാതിരുന്നത് എപ്പോഴാണ്? When have I not supported an orphan who was helpless? ഒരു വിധവയ്ക്ക് അവൾക്ക് വേണ്ടത് ഞാൻ നൽകാതിരുന്നത് എപ്പോഴാണ്? When have I not given the things that are needed to a widow? അങ്ങനെയൊക്കെ ചെയ്ത് എനിക്കിത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? Everything that I have done for these people, then why this is happening to me is the question that is coming to Job. തന്നെ ന്യായീകരിക്കുന്ന ഒരു അനുഭവം, തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം കാണാൻ കഴിയുന്നു. We can see in Job a man who is justifying himself.
ഉന്നത ഭാവമുള്ളവർക്ക് രണ്ടാമത് സംഭവിക്കാവുന്നത് ഇയ്യോബിനെ പോലെ ഒരു പരാതിയാണ്. ദൈവം എന്തുകൊണ്ട് എൻ്റെ ഈ കാര്യങ്ങൾ നോക്കുന്നില്ല എന്നുള്ള നിലയിലുള്ള മനോഭാവം. People who have a spiritual pride can have this attitude of Job, like questioning God, why has this happened to me? അതൊരു തരത്തിൽ സ്വയം ന്യായീകരണമാണ്, അതിനോട് ചേർന്ന് പോകുന്നതാണ് പരാതി. And along with that self-justification is complaining in your life. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പരാതി പറയുന്ന ആളാണോ? Are you a person who always keeps on murmuring and complaining? അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ഉന്നത ഭാവം കൊണ്ട് നടക്കുന്ന ആളായിരിക്കാം. It might mean that you are a person who carry along with you that high thought about yourself. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ദൈവമോ മറ്റാളുകളോ പെരുമാറിയില്ലെങ്കിൽ പരാതിയായി, പരിഭവമായി. According to your expectation, if God or any other person does not respond, you start complaining. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പാസ്റ്റർ ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്നു. I heard a story like this, that a pastor went to a sister's house. അപ്പോൾ അവിടെ ആ സഹോദരിയുടെ കൊയ്ത്ത് കഴിഞ്ഞ് കളത്തിൽ ഇത് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. After the harvest has taken place, all the grain is being gathered in the field of that sister. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, സഹോദരി, ഇത്രയും ധാന്യങ്ങൾ നല്ലത് കിട്ടിയല്ലോ, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം എന്ന് പറഞ്ഞു. That pastor told, oh sister, you got so much of harvest, let us thank the Lord. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ അതൊക്കെ ശരിയാ, പക്ഷേ കണ്ടോ അവിടെ കൂട്ടിയിരിക്കുന്നത് അത്രയും വലിയ കൂന മങ്കാണ്. മങ്കെന്ന് വെച്ചാൽ ഉപയോഗമില്ലാത്ത ധാന്യം. But the sister told, that is true, but pastor, look at the other side, there is a big heap of waste that is gathered over there. ഇത്രയും മങ്ക് എനിക്ക് എന്തിനാ വന്നത്? പാസ് ഒന്ന് പ്രാർത്ഥിക്കണം, ഇനി അടുത്ത തവണയിലും മങ്ക് ഉണ്ടാകാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. So the sister told the pastor, look at that heap, and I request you to pray to God that God will not give me such a big heap in my next harvest. അടുത്ത കൊയ്ത്തിൻ്റെ സമയമായപ്പോൾ വീണ്ടും ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ കൃത്യസമയത്ത് ഈ പാസ്റ്റർ വീണ്ടും കളത്തിലെത്തി. In the next harvest, for good or bad, the pastor again came to that sister's house. അദ്ദേഹം നോക്കിയപ്പോൾ ഇത്തവണ അദ്ദേഹം പ്രാർത്ഥിച്ചോ എന്തോ, ഏതായാലും മങ്കിൻ്റെ ആ കൂന തീരെ ചെറുതാ, വളരെ കുറവാണ്. Don't know whether it was the result of the pastor's prayer. The heap of the waste was very small this time. അപ്പോൾ പാസ്റ്റർ സന്തോഷമായി. അദ്ദേഹം സൗകര്യോട് പറഞ്ഞു, സൗകര്യം കണ്ടോ, ദൈവം ഇത്തവണ നിന്നെ കൂടുതൽ അനുഗ്രഹിച്ചു, നിനക്ക് മങ്ക് വളരെ കുറവാണല്ലോ എന്ന് പറഞ്ഞു. So the pastor told the sister, look, God has blessed you so much this time, and the height of your waist is very less. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഈ മങ്ക് ഇത്രയും കുറവാണെങ്കിൽ ഞാൻ എൻ്റെ കോഴിക്ക് നീ എന്നെ തിന്നാൻ കൊടുക്കുന്നത്? So the sister told, if the waste is so less, what will I feed my chickens? പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയായിരിക്കാം, പക്ഷേ ഈ ഒരു ഉന്നത ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവം എങ്ങനെ പെരുമാറിയാലും അതിൻ്റെ അകത്ത് പരാതിപ്പെടാൻ ഒരു ന്യായം അവർ കണ്ടെത്തും. This might be a story, but the lesson that we have to learn is, a person who has a very high thought about themselves, no matter how God will respond in your life, you will always have complaints in your life. ഈ നിലയിലുള്ള മനോഭാവം ആളുകൾക്ക് മനസ്സിലാകും, പക്ഷെ ഉന്നത ഭാവമുള്ളവന് അവൻ്റെ ഈ മനോഭാവത്തെക്കുറിച്ച് അവന് പലപ്പോഴും ഒരു വെളിച്ചം കിട്ടുകയില്ല. The person who has this pride will never understand that he is a proud man, but the people around him will understand that he is a proud man. നമ്മൾ ഒരു പഴയ നിയമത്തിലെ ഒരു വാക്യം നോക്കാം. ഒബദ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. In the book of Obadiah there is a verse. അതിൻ്റെ മൂന്നാമത്തെ വാക്യം. ഒബദ്യാവ് ഒരൊറ്റ അധ്യായം മാത്രമുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. Obadiah മൂന്നാമത്തെ വാക്യം. There's only one chapter, verse 3. You are proud because you live in those high inaccessible cliff. ഒബദ്യാവ് മൂന്നാമത്തെ വാക്യം, നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അതിൻ്റെ മൂന്നാമത്തെ വാക്യം. Who can ever reach up? You boast, don't fool yourself. അതെ, നീ പലപ്പോഴും ബോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പരാതിപ്പെടുന്നത് നിന്റെ അഹങ്കാരം കൊണ്ടാണ്. അഹങ്കാരം എന്ത് ചെയ്യാം? നിന്നെ ചതിച്ചു കളയാം. You are boasting in your life because you have such a high thought and it can deceive you. പ്രിയപ്പെട്ടവരെ,
നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള നമ്മുടെ ഉന്നത ചിന്ത അത് നമുക്ക് മനസ്സിലാകുകയില്ല, ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലാകും. ഒരളവിൽ ഈ നിഗളം നമ്മളെ എന്തു ചെയ്യും? നമ്മളെ ചതിക്കും. Dear brothers, this high thought about yourself, you will not be able to realize in your own life, but the people around you can understand it, and this high thought will deceive you. നമ്മൾ ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലും ഈ അഹങ്കാരം അവനെ ചതിക്കും എന്നുള്ള ഒരു വാക്യം നമ്മൾ കാണുന്നു. ഹബക്കൂക്ക് 2:4. In Habakkuk chapter 2 verse 4 we read like this, that it can deceive you. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇങ്ങനെയുള്ള ചിന്തകളെ നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കണം. Dear brothers, such high thoughts that you have in your life, you should take it up with very seriousness. നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ വ്യസനമാണോ, നിരാശയാണോ, പകയാണോ? When something is being brought to your notice, are you angry or are you getting sullen or are you having a revenge attitude? അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കുകയാണോ? Or when such things come against you, are you trying to justify yourself? നമ്മൾ അതിനെക്കുറിച്ച് പരാതിപ്പെടുകയാണോ? Or are you a person who is complaining against it? ഇതെല്ലാം സംഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും, ഇവൻ ഉള്ളിൽ ഒരു ഉന്നത ചിന്തയുള്ള ആളാണ്. എന്നാൽ നമുക്ക് മാത്രം നമ്മുടെ അഹങ്കാരത്തെക്കുറിച്ചൊരു വെളിച്ചം കിട്ടാതെ പോകും. Everybody around you, when they see such responses, can understand that you are having a high thought, but you yourself cannot understand your pride. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് തൻ്റെ ശിഷ്യന്മാർ അവർ വന്നിട്ട് അവർ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മത്സരം ഉണ്ടായ ഒരു രംഗം നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ടല്ലോ. We have seen in the Gospels an incident where the disciples of Jesus are coming to him and telling who among them are the greatest. അപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? What did Jesus do at that point of time? മത്തായി എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, കർത്താവ് ആ സമയത്ത് ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഈ ശിശുവിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ പഠിക്കണം. In Matthew chapter 18, in the beginning portion, Jesus called a child into their midst and told the disciples that you learn a lesson from this child. എന്നാൽ ഒരു ഉന്നത ഭാവമില്ലാത്ത ചില ആളുകൾക്ക് തിരിച്ചടികൾ ഉണ്ടായ രംഗങ്ങൾ നമുക്കറിയാം. അവരെന്ത് ചെയ്തു? But some people who does not have a high thought about themselves can have discernment. നമ്മൾ മോശയുടെ കാര്യം നമുക്കറിയാമല്ലോ. We know about the life of Moses. മോശയ്ക്കെതിരെ ചില തിരിച്ചടികൾ ഉണ്ടായപ്പോൾ മോശ എന്ത് ചെയ്തു? അവൻ്റെ മുഖത്തെ പൊടിയിൽ വെച്ച് ദൈവം ഭാഗ കവിണ് കിടന്നു. When Moses had some setbacks in his life, some wrong reactions, what he did was he would go down and fall before the God in dust. മോശയ്ക്ക് വേണമെങ്കിൽ ആഹാബിനെ പോലെ തനിക്കെതിരെ ശബ്ദിച്ചവരോട് പകരം വീട്ടാമായിരുന്നു, പരാതി പറയാമായിരുന്നു, സ്വയം ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ മോശ തൻ്റെ മുഖത്തെ പൊടിയിൽ വെച്ചു. Moses could have reacted in anger or get revenge or become sad just like King Ahab. But what he did was he went before God and he put his face in the dust. വിലാപങ്ങളുടെ പുസ്തകം 3:29 വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ്. Lamentations 3-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. Chapter 3 verse 23. അവൻ തൻ്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ, എന്നാൽ പ്രത്യാശ ശേഷിക്കും. Let him humble himself to the ground, but then also hope will remain. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം അനുവദിച്ച് ചില കാര്യങ്ങൾ, ചില സാഹചര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളുടെ മുമ്പാകെ നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ എളിമപ്പെടുത്തുകയാണ് വേണ്ടത്. When God has arranged some situations in your life, we should humble ourselves to those circumstances arranged by God. ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആള് അയാളെ തന്നെ ശോധന ചെയ്ത്, അയാൾ ഈ കാര്യത്തിൽ അപകടത്തിൻ്റെ വക്കിലാണ്, ഞാൻ പകരം വീട്ടിൽ പോകാം, പരാതി പറഞ്ഞു പോകാമെന്ന് കണ്ട് അവൻ എപ്പോഴും ആ കാര്യത്തിൽ കൂടുതൽ ഗൗരവമുള്ളവനായിരിക്കണം. A person who has a high thought should be always cautious, thinking that I can be a person who will become angry, who will get sullen, and he should look at that high attitude sin in his life with seriousness. നോക്ക്, ജോസഫിൻ്റെ കാര്യം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. I used to think about Joseph very often. ജോസഫ് അവന്
ഫറവോൻ്റെ രണ്ടാമനായിട്ട് മിസ്രൈമിൽ വന്നു. He came second in line in the land of Egypt next to Pharaoh. പക്ഷേ ജോസഫ് ഒരിക്കലും തൻ്റെ സഹോദരന്മാരോട് പകരം വീട്ടിയില്ല. അത് നമുക്കറിയാം, തൻ്റെ രക്തബന്ധമുള്ളവരാണ്. We know that he never took revenge on his brothers. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ജോസഫ് ഈ പൊത്തിഫേറിനോടും അവൻ്റെ ഭാര്യയോടും ഒന്ന് ചോദിക്കാഞ്ഞത് എന്തായിരുന്നു? But why did he at least not question Potiphar or her husband, Potiphar or his wife of what they did to him? നോക്ക്, ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയത്തക്ക നിലയിലുള്ള ഒരു ആരോപണം കൊണ്ടുവന്ന് അവനെ ജയിലിലാക്കിയ ഒരു സ്ത്രീയാണിവൾ. That lady was a person who put a false accusation on a young man that could have destroyed that young man's life. എന്നാൽ അവൻ പിന്നീട് ഫറവോൻ്റെ രണ്ടാമനായി വന്നതിന് ശേഷം ഒരിക്കൽ പോലും എന്ത് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. പൊത്തിഫേറിനെയോ ഭാര്യയോ ഒരു വിചാരണയ്ക്ക് വിധേയനാക്കുന്നതായിട്ടാണ് കാണുന്നത്. When Joseph came to that high position in the land of Egypt, we never read of an instance where he is bringing to justice Potiphar or his wife. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ചില സ്ഥാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വലുതാകും തോറും നമ്മൾ ചെറുതാകാനായിട്ട് പഠിക്കുക. Dear ones, if God has given us a big position, as he lifts us up, we will learn to go down in the dust. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ വായിച്ചല്ലോ. We had read some verses from the book of Philippians, chapter 6. Chapter 2, 6-11. Chapter 2, 6-11. അവിടെ നമ്മൾ കണ്ടത് പൗലോസിനെ പ്രശംസിക്കാവുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ താന് വളരെ ഒതുങ്ങി നിന്നു. ജോസഫിനെ പോലെ താന് എളിമയിൽ നിന്നു. മോശയെപ്പോലെ തൻ്റെ മുഖം പൊടിയിൽ വെച്ചു. We see that Joseph who humbled himself, and like Moses who put his face in the dust, though Paul had a lot of things to boast, he did not boast in it. സഭയെ സംബന്ധിച്ചിടത്തോളം മറ്റു കോംപ്ലക്സിനേക്കാളും കുഴപ്പമാകാവുന്നത് ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. In the church, more than any other superior feeling is that superiority complex that you have about yourself in the church. നോക്കുക, എന്തുകൊണ്ടാണ് അത് ഇത്രയും അപകടകാരിയാകുന്നത്? Why is that thought in the church becoming so dangerous? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏറ്റവും ഉന്നതനായ ഒരു ദൂതൻ അതിനെ തുടർന്നാണ് താനെ വീണുപോയത്. ലൂസിഫറിൻ്റെ കാര്യമാണ് നമുക്കറിയാം. It is because we know, like what happened in the life of Lucifer, he was the highest of angels and he fell down drastically. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആ കാര്യത്തെക്കുറിച്ച് ഒരു അപകടത്തെ നമ്മൾ കണ്ടിട്ട് നമ്മൾ എന്ത് വേണം? നമ്മളെ തന്നെ എളിയ ചിന്തകളിൽ സൂക്ഷിക്കണം. Seeing this danger that can happen to us, what should we be doing? We should be keeping ourselves with lowly thoughts. എളിമയുടെ ചിന്ത ആരംഭിക്കേണ്ടത് ഹൃദയത്തിലാണ്. The lowly thoughts should begin in your heart. നമുക്കറിയാമല്ലോ, ചിന്ത, വാക്ക്, പ്രവൃത്തി, അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. You know the line that your thought, your actions, and then your deeds. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുമോ അത് നമ്മുടെ വാക്കുകളായിട്ട് പുറത്തു വരും, അത് പിന്നീട് പ്രവൃത്തികളായിത്തീരും. What I was trying to tell is what you think will come out as your words, and then it will come out as your actions. അതുകൊണ്ടാണ് സദൃശ്യവാക്യം 23 ശലോമോനെ ഇങ്ങനെ ഒരു മനോഹരമായ പ്രയോഗം പറയുന്നത്. അതിൻ്റെ 23-ന്റെ 7-ാം വാക്യം. In Proverbs chapter 23 verse 7, Solomon writes like this: ഒരുവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. It is like a man who is calculating in his mind. എന്ന് വെച്ചാൽ മനസ്സിലായോ? നമ്മുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് എന്ത് കണക്ക് കൂട്ടുന്നോ നമ്മൾ അതുപോലെ ആയിത്തീരും. What you are calculating about yourself in your mind, you will turn out to be like that in your life. അതുകൊണ്ട് മനസ്സിൽ എപ്പോഴും എളിയ ചിന്തകളെ നമ്മൾ താലോലിക്കുക. So make sure that you only pamper lowly thoughts about yourself in your mind. 4-ാം അധ്യായം സദൃശ്യവാക്യം 4-ാം അധ്യായത്തിൻ്റെ 23 അതുകൊണ്ട് ശലോമോൻ പറയുന്നു, സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു. In Proverbs chapter
4 verse 23, he reads like this: above all, guard your affections, for they influence everything else in your life. 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. കണ്ടോ, ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. Something that is happening in the heart. We read like this from Paul, 2 Corinthians chapter 10 verse 5. These weapons can break down every proud argument against God. And with these weapons I capture rebels and bring them back to God. And പ്രിയപ്പെട്ടവരെ, ഈ ഉന്നത ചിന്തകൾ പോലെ തന്നെ അതിൻ്റെ മറുവശം മറ്റ് ചിലർ കൊണ്ട് നടക്കാറുണ്ട്. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഹൃദയത്തിൽ താലോലിച്ച് കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. Just like there are people who have high thoughts about themselves, there are people who pamper low, very inferior feelings about themselves. നമുക്ക് ചിലപ്പോൾ തോന്നും അതൊരു ആത്മീയമായ കാര്യമാണെന്ന് നമുക്ക് തോന്നും. അതാണ് അതിൻ്റെ കുഴപ്പം. We will feel that such low thoughts is something very spiritual. The inferior thoughts are looking very spiritual. എന്നാൽ അങ്ങനെ നമ്മൾ തന്നെ ഒരുതരം അപകർഷതാബോധം താലോലിച്ച് നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. God does not like you to think in a wrong way about yourself. നമ്മൾ ഉള്ള യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് അംഗീകരിക്കണം. You should accept the reality about yourself as the real truths. നമ്മൾ കഴിവുള്ള ആളുകൾ ഞങ്ങൾ കഴിവുള്ള ആളുകളല്ല എന്ന് പറയുന്നതോ, സൗന്ദര്യമുള്ള ആളുകൾ ഞങ്ങൾ സൗന്ദര്യമില്ലാത്തവരാണ് എന്ന് പറയുന്നതോ അല്ല ആത്മീയത. അത് കാപട്യമാണ്. People who are having a lot of ability claiming that I am not a capable person, or those who have beauty claiming that I am not beautiful, that is not spirituality. That is നമ്മൾ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് അംഗീകരിക്കണം. അതിൻ്റെ അകത്ത് തെറ്റില്ല. We should accept the reality as it is. There is nothing wrong in that. പക്ഷേ അതിൽ പുകഴുമ്പോഴാണ് പ്രയാസമാകുന്നത്. But it is only when you take pride in such thoughts it becomes bad for you. ഇരമ്യാവിൻ്റെ പുസ്തകം നോക്കുക. ഇരമ്യാവിൻ്റെ പുസ്തകം ശുശ്രൂഷ ആരംഭിക്കുന്ന ഇരമ്യാവ് എന്ന പ്രവാചകൻ, Jeremiah, who is starting his ministry, we read like this. അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരമ്യാവിനോട് ദൈവം തന്നെ പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നു. There is a place where God himself is speaking to Jeremiah. അതിൻ്റെ 6-7 വാക്യങ്ങൾ, verse 6 and 7. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്നാ പറഞ്ഞു. Jeremiah told, "O Lord God, I can't do that. I am far too young and I am only a youth." അപ്പോൾ അതിന് യഹോവ എന്നോട് അരുളി ചെയ്ത്, അടുത്ത വാക്യം നോക്കുക, verse 7. ഞാൻ ബാലനെന്ന് നീ പറയരുത്. കണ്ടോ, ഞാൻ നിന്നെ അയക്കുന്നിടത്ത് എവിടെയും പോക, കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുക എന്ന് പറഞ്ഞു. Don't say that. God replied, "You go wherever I sent you and speak whatever I tell you to." ഈ അപകർഷതാബോധത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ചിലപ്പോഴൊരു സ്വയസഹതാപം തരും. The problem of inferiority feeling is that it will give a self pity on you. നമ്മളെ ശമൂവേലിൻ്റെ കാര്യം നേരത്തെ ഒരിക്കലും നമ്മൾ മറ്റൊരു സാഹചര്യത്തിൽ വായിച്ചല്ലോ. ഇവിടെ ഇതാ നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ശൗലിൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to bring to your notice one thing of King Saul's life. 1 ശമൂവേൽ 22-ാം അധ്യായം 1 Samuel chapter 22 അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ശൗല് തൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോ? അവിടെ പറയുന്നു, നിങ്ങളെല്ലാവരും എനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു. എൻ്റെ മകൻ ഇശായിയുടെ മകനോട് സഖ്യത ചെയ്തത് എന്നെ അറിയിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് എനിക്ക് അറിവ് തന്നവരോ നിങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. Saul is telling like this, "Is that why you are against me? For not one of you has ever told me that my own son is on David's side. You are not even sorry for me, or think of it, my own son encouraging David to come and kill me." നിങ്ങൾ എന്നെക്കുറിച്ചൊരു സോറി ഉള്ളവരല്ലായിരുന്നല്ലോ. ഇത് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ടോ? Have you ever told anyone that
you are not even sorry for what has happened to me. നോക്കുക, ശൗൽ ഇതാ പറയുന്നത്. ശൗലിൻ്റെ മകൻ യോനാഥാൻ ദാവീദിനോട് ചേർന്നത് എന്നോട് പറയാൻ നിങ്ങളാരും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, ഞാൻ അത്രയും അങ്ങ് കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അപകർഷതാബോധത്തിലേക്ക് ഒരു സ്വയസഹതാപത്തിലേക്ക് പലപ്പോഴും നമ്മളെ നയിച്ചേക്കാം. The inferiority feeling will lead to self-pity, like what we see in Saul, where he's telling, none of you along with me told me that even when my son went along with David, he's asking why you did not come and pity with me. ദൈവം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അതേപോലെ അംഗീകരിച്ച് വളരെ യാഥാർത്ഥ്യബോധത്തോടെ ആ കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God desires that we should accept the reality of ourselves and go along with that reality. നമ്മൾ 1 തിമോഥെയോസ് അതിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം കാണുന്നത് ഇങ്ങനെയാണ്. 1 Timothy chapter 6 we read like this. ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു, അവയാൽ അസൂയ ഉണ്ടാകുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അവിടെ 6-ന്റെ 4-ാമത്തെ വാക്യമാണ് അത്. ഇംഗ്ലീഷിലെ പ്രിയപ്പെട്ടവർ അത് വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നത്. അത് നമ്മൾ ബ്ലൈൻഡഡ് വിത്ത് പ്രൈഡ്, നമ്മളൊരു തരം അഹങ്കാരം മൂലം നമുക്ക് അസൂയ ഉണ്ടാകും. ആ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. It is telling that because of your pride you can become blind in your life. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അസൂയയിലേക്കും കാര്യങ്ങൾ പലപ്പോഴും നമ്മളെ നടത്താം. Things can lead to jealousy in your life with that inferior feeling. അതുപോലെ തന്നെ 2 ചിന്തകൾ കൊണ്ടും, ഉയർന്ന ചിന്ത കൊണ്ടും താഴ്ന്ന ചിന്ത കൊണ്ടും മറ്റുള്ളവരോട് അസൂയപ്പെട്ട് നമ്മുടെ അസ്ഥികൾക്ക് തന്നെ ദ്രവത്വം ഉണ്ടാകുന്ന ഒരു കാര്യം ചിലപ്പോൾ സംഭവിക്കാം. There is a possibility that your high feelings about yourself or your inferior feeling about yourself can bring jealousy in your life and erode your own bones. നമ്മൾ ഏറ്റവും വേദനാജനകമായ രോഗമെന്ന് പറയുന്ന അസ്ഥിക്ക് ദ്രവത്വം ഉണ്ടാകുകയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. I have heard like this that the eroding of your bones is the worst disease that you can have. സദൃശവാക്യം 14:30 ശലോമോൻ അത് പറയുന്നത്. അസൂയ എന്ന് പറയുന്നത് അസ്ഥികൾക്ക് ദ്രവത്വം ഉണ്ടാക്കും. Proverbs 14:30 Solomon is telling that jealousy can lead to the eroding of your bones. അപകർഷതാബോധം കൊണ്ടോ ഉന്നത ചിന്ത കൊണ്ടോ നമ്മളെ ആ കാര്യങ്ങൾ അസൂയയിലേക്കും നടത്താതിരിക്കട്ടെ. Let us take heed that our high feelings or our inferior feelings does not lead us to jealousy towards others. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കോംപ്ലക്സുകളുടെ തടവുകാരായി തീരരുത്. Dear ones, we should not be captives to our complex feelings. ഈ ചിലപ്പോൾ സഭയിലുമൊക്കെ ഞാൻ കണ്ടിട്ടുള്ള വേറൊരു അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു മാർട്ടിയർ കോംപ്ലക്സ് ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. I don't know whether I have created it or I have seen something like this in the church, a martyr complex. എന്ന് വെച്ചാൽ ഒരു രക്തസാക്ഷിയുടെ ഒരു കോംപ്ലക്സ്. The feeling, the complex of being like a martyr. നമ്മൾ ചില കാര്യങ്ങൾക്ക് ഒരു സഹോദരനോട് ഒരു കാര്യം പറയുന്നു എന്നിരിക്കട്ടെ. Let us think like this. I am instructing something to a brother. അതിനോട് എതിർത്ത് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. If somebody will tell against that instruction, we can understand. അതിന് കീഴടങ്ങി പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും. If that brother will respond by humbling himself, that response also we can understand. അതിന് പകരം ചിലപ്പോൾ നമ്മൾ അറിയാതെ ഒരു രക്തസാക്ഷിയുടെ പരിവേഷം നമ്മൾ സ്വയം അണിയും. But instead of that, a brother will behave like a martyr. അതായത് പറയും, ബ്രദറെ എല്ലാം ശരിയാണ്, ഞാൻ ചെയ്യാം അല്ലേ, എല്ലാം ശരിയാണ്, എന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം ശരിയാണ്. Okay, that brother is telling, is responding like this, brother, whatever you have told is true. അതിൻ്റെ അകത്തൊട്ടും ഒരു ദേഷ്യമില്ല, എല്ലാം സ്വീകരിച്ചിരിക്കുന്നു, എല്ലാം ശരിയാണ്. There is no element of anger in that speech, but he is at the same time acknowledging it is all true of what you have told. എന്നാൽ അത് ശരിയാണെന്ന് അംഗീകരിച്ച് തന്നെ താഴ്ത്തുകയില്ല.
even though he is telling that it is a truth, he is not humbling himself to that truth. ബ്രദറെ, ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഒരു യോനായെ വെള്ളത്തിലേക്ക് കളയണമല്ലോ. പക്ഷേ 3-ാമത്തെ ദിവസം ആ യോന ആ കരയിൽ വരും. ഞാൻ ആ യോനായാണ്. That brother is telling like this: when such an incident is happening, one Jonah has to be put into that water. But remember that Jonah came up after 3 days, and that Jonah is me. നോക്കുക, അതിനോട് എതിർത്തുമില്ല, എന്നാൽ അതിനോട് കീഴടങ്ങി തൻ്റെ കുഴപ്പങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം ഒരു രക്തസാക്ഷിയെ പോലെ ഞാൻ, എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെട്ട ഞാൻ 3-ാം ദിവസം ഈ രക്തസാക്ഷി ഉയർത്തെഴുന്നേൽക്കും. So the response that you see in this brother is, he is accepting that fact that he is wrong. At the same time, he is not humbling himself, but he is telling, I am like that Jonah who will rise again one day. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രക്തസാക്ഷിയുടെ മനോഭാവം കൊണ്ടു നടന്നാൽ, സഹോദരിമാർക്ക് ചിലർക്ക് വീട്ടിലെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഈ രക്തസാക്ഷിയുടെ ഒരു പരിവേഷം എടുത്തിട്ടില്ലേ? Have you sisters not taken a role of this martyr in your own houses? അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ആത്മീകമായിട്ടും ഭംഗിയായിട്ടും നമുക്ക് തോന്നും, പക്ഷെ അത് നമുക്ക് കൂടുതൽ കേടുവരുത്തുകയുള്ളൂ. We might see that this response can be a very spiritual thing, but the reality is it will bring more destruction into your life. കാര്യത്തെ നേരിട്ട് ഇടപെടുക. എനിക്കത് ഒന്നുകിലും മനസ്സിലായില്ലെങ്കിൽ അത് പറയുക, അത് അംഗീകരിക്കുക, ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴടങ്ങുക. അങ്ങനെ ഒരു വാക്യമുണ്ട്. There is a verse that is telling to humble yourself under the mighty hand of God, accept or you tell that I have not understood what you are trying to convey. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. Let us stand up and pray before God. നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളാണ് ഇന്ന് സായാഹ്നത്തിൽ ചിന്തിച്ചത്. Towards the evening we saw a lot of things in our daily life. ദൈവം നമുക്ക് തന്നതല്ലാതെ നമുക്ക് എന്താ ഉള്ളത്? What is it that you have that God has not given to you? നാം ഈ ഭൂമിയിലേക്കൊന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. You did not bring anything into this world, and you are not going to take anything along with you in this world. അവൻ തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. Unless whatever he has given is only what we have. അതുകൊണ്ട് നമുക്കിതിനെ ഒത്തിരി മുറുകെ പിടിക്കാതിരിക്കാം. So let us not hold on to any of these things. നിന്റെ ജോലി, നിന്റെ വാഹനം, നിന്റെ വീട്, നിന്റെ കുഞ്ഞുങ്ങൾ, the house that you have, the job that you have, the car that you have, the house that you have. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹൃദയം കൊണ്ടൊരു വിട്ടുപിരിയൽ ആവശ്യമുണ്ട്. Dear ones, there is a great need for leaving things in our heart. ഇതെല്ലാം നല്ലതാണ്, പക്ഷെ അതിനെ ഒരു ദാസനെ പോലെ ഉപയോഗപ്പെടുത്തുക. All these things are good, but let us learn to use them as our servants. ഇവ നമ്മുടെ യജമാനന്മാരായി തീരാൻ നമ്മൾ അനുവദിക്കല്ലേ? Let us not make any of these things our master. ദാസന്മാർ നിലത്തുകൂടെ നടക്കട്ടെ, പ്രഭുക്കന്മാർ കുതിരപ്പുറത്ത് തന്നെ സഞ്ചരിക്കട്ടെ. Let the servants walk on the roads and let the princes ride on the horses. നമുക്ക് പണം ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങളെയൊക്കെ നമുക്ക് ഭരിക്കാം. പണം എന്ന് പറയുന്നത് ഒരു നല്ല ദാസനാണ്, ചീത്ത യജമാനനാണ്. Let us learn to rule the money that we have. It is a good servant and a very bad master. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മൾ നമ്മുടെ കോംപ്ലക്സുകളുടെ തടവുകാരാണോ? Dear ones, are we in the claws of our complex? നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട്, സാഹചര്യം, അതൊക്കെയായിട്ട് നമ്മളെ വിശ്വാസത്തിലേക്ക് വന്നാലും നമ്മളെ വിട്ടുപിരിയാത്തവണ്ണം ചില കോംപ്ലക്സുകൾ നമ്മളെ മുറുകെ പിന്തുടരാം. The circumstances in which we grew up, all that can leave a complex in our life, even though we have come to faith. അവയൊരു പാപമായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് അപകടം. The danger is that we are not seeing these complexes as a sin in our life. പക്ഷേ അത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ എപ്പോഴും തടസ്സമായി നമ്മളെ പുറകോട്ട് പിടിക്കും. But the problem is these hurdles will keep you from progressing in the way that God wants you to have in your life. നിഗളം അത് ലൂസിഫറിൽ തന്നെ തുടങ്ങിയതാണ്. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമുള്ളവരായിരിക്കും. Let us be very careful, because pride had originated in Lucifer.
അപകർഷതാബോധം അത് വളരെ നല്ലതായിട്ടും ആത്മീയമായിട്ടും നമുക്ക് തോന്നും. പക്ഷേ അത് അസൂയയിലേക്ക് നയിക്കാം, അതുപോലെ സ്വയസഹതാപത്തിലേക്ക് നയിക്കാം. The inferior complexity, we will think it is spiritual, but it will lead to jealousy and self-pity. ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ കീഴടങ്ങി കൊടുക്കാൻ സഹോദര സഹോദരി നീ പഠിച്ചിട്ടുണ്ടോ? Dear brother and dear sister, have you learned to humble yourself under the mighty hands of God? ദൈവത്തിൻ്റെ കരങ്ങളിൽ കീഴടങ്ങാൻ മനസ്സില്ലാതെ ഒരുതരം രക്തസാക്ഷിയുടെ പരിവേഷം അണിഞ്ഞ് സ്വയം ന്യായീകരിച്ച് അങ്ങനെ നിൽക്കുന്നത് നിന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക്, ഒരു പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുപോകുകയില്ല. Without humbling yourself under the hands of God and taking up the attitude of being a martyr will hinder you from the progress that God wants to bring in your life. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കോംപ്ലക്സുകളുടെ തടവുകാരായാൽ നാം നമ്മുടെ തന്നെ ദാസന്മാരാകുകയാണ്. മനുഷ്യർക്ക് ദാസന്മാരാകരുത് എന്ന ദൈവവചനം പറയും. The word of God is telling not to be slaves of men. If we are slaves, if we are being captives to our complex feelings, we are becoming slaves to our own self. കേട്ട വചനങ്ങളുടെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. Let us humble ourselves before the word we heard.